ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഹരി നിത്യയോട് ചോദിക്കുന്നുണ്ട് തനിക്ക് കോടതിയിൽ പോകാൻ പേടിയുണ്ടോ എന്ന്. വീണ്ടും ജീവന്റെ മുന്നിൽ ചെന്ന് നിൽക്കണ്ടേ, അതും ഇതെല്ലാം കഴിഞ്ഞിട്ട്. നിത്യ പറയുന്നു, എനിക്ക് പേടിയില്ല ഹരി, അങ്ങനെ ഞാൻ പേടിക്കായിരുന്നെങ്കിൽ തന്നെ ജയിലിൽ ചെന്ന് ഞാൻ അയാളെ കാണുമായിരുന്നോ. നമ്മൾ തമ്മിൽ ഒന്നിച്ചു ചേരാൻ പോകുന്ന കാര്യം ഞാൻ അയാളോട് പറയുമായിരുന്നോ. എനിക്കിപ്പോ ഒരു പേടിയില്ല. എന്തിനാ നമ്മൾ പേടിക്കുന്നത്? എപ്പോഴാ നമ്മൾ പേടിക്കുന്നത്? നമ്മുടെ കൂടെ നിൽക്കാൻ ആരുമില്ല എന്നൊരു തോന്നൽ വരുമ്പോഴല്ലേ, മുന്നോട്ട് ജീവിക്കാൻ ഒരു പാതയില്ല എന്നൊരു തോന്നൽ വരുമ്പോഴല്ലേ. ഹരി, എനിക്ക് ഇത് രണ്ടും ഉണ്ട്. കൂടെ നിൽക്കാൻ കരുത്തുള്ള ഒരു ഭർത്താവുണ്ട്, മുന്നോട്ട് നോക്കിയാൽ വഴി കാണിച്ചു തരാൻ അയാൾക്ക് ചങ്കൂറ്റുണ്ട്. പിന്നെന്താ? ഇരിക്കേട്ട് പുഞ്ചിരിയോടെ ഹരി പറയുന്നു, സത്യം പറഞ്ഞാൽ താൻ ഇങ്ങനെ പറയുമെന്നല്ല ഞാൻ വിചാരിച്ചത്. നിത്യ പറയുന്നു, അമ്മ എപ്പോഴും എന്നോട് പറയും, ഒരു ജന്മം മുഴുവനും കരഞ്ഞു തീർക്കാനുള്ളത് നീ എപ്പോഴേ കരഞ്ഞു തീർത്തു എന്ന്. ഓർക്കുമ്പോ അത് സത്യമാണ്. ഇതുവരെയുള്ള എന്റെ ശ്വാസത്തിനൊപ്പം ആ കരച്ചിലുണ്ടായിരുന്നു. ഹരി, പതിയെ പതിയെ എനിക്ക് ചിരിക്കാൻ തുടങ്ങണ്ടേ? ഹരി പറയുന്നു, പതിയാക്കടാ, നന്നായി ചിരിച്ചോളൂ. ഇങ്ങനെ ഒരു കാര്യം എടുത്താൽ കല്ലി വല്ലി അത്ര തന്നെയെന്ന് ഹരി പറയുമ്പോൾ നിത്യ ചോദിക്കുന്നു, കല്ലി വല്ലിയോ? അത് ഈ ഗൾഫിൽ പോയ ചങ്ങാതിമാരെ സ്ഥിരം പറയുന്ന ഡയലോഗാണെന്ന് പറയുന്നുണ്ട്. മലയാളത്തിലാക്കിയാൽ പോട്ടുപുല്ല് എന്നാണ്. അത്രയ്ക്ക് കടുപ്പിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ മനുവിന്റെ അടുത്ത് പോയി കാര്യം തിരക്കാം. കുറച്ചുകൂടി ആധികാരികമായി അവന് പറയാൻ കഴിയുമല്ലോ എന്ന് ഹരി പറയുമ്പോൾ നിത്യ പറയുന്നു, മനുവിനെ ബുദ്ധിമുട്ടിക്കണോ? ഇനിയിപ്പോ ജ്യോതി അറിഞ്ഞാൽ? അയ്യോ, മനുവിനെ ഇങ്ങോട്ട് വിളിക്കാനോ ഇതിൽ ഇടപെടാനോ അല്ല. ഈ നിയമപരമായ ഒരു സംശയം വന്നാൽ സബ് കളക്ടറിനോട് ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? അതൊരു സാധാരണ പൗരന്റെ അവകാശമല്ലേ. എങ്കിൽ നടക്കട്ടെ പൗര, ചോദിച്ചോളൂ, ചെന്ന് വിളിക്ക് എന്നൊക്കെ നിത്യ പറയുമ്പോൾ ഹരി വിളിക്കാനായി പോകുന്നുണ്ട് മനുവിനെ. അങ്ങനെ ഹരി മനുവിനെ വിളിക്കുന്നു. താൻ തിരക്കിലല്ലോ എന്ന് ചോദിക്കുമ്പോ മനു പറയുന്നു, ഇല്ല, ഞാൻ വീട്ടിലാണ്. എന്താണ് ഹരിയേട്ട വിശേഷം? എനിക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ സാധിച്ചില്ല. കൃഷിയൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ തിരക്ക് ഒന്ന് ഒഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതൊക്കെ നന്നായി നടക്കുന്നുണ്ട്. ഞാനിപ്പോ മനുവിനെ വിളിച്ചത് ഒരു അഭിപ്രായം ചോദിക്കാനാണ് എന്ന് ഹരി പറയുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. കോടതിയിൽ നിന്ന് വിളിപ്പിച്ചിരുന്നു. സുജാതാന്റെയും നിത്യയും കേസിന്റെ ഹിയറിങ്ങിന് ഹാജരാകണമെന്നാ പറഞ്ഞത്. തനിക്ക് അറിയാവുന്നതല്ലേ, അവർക്ക് രണ്ടുപേർക്കും കോടതിയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. കോടതിയിൽ നിന്ന് വിളിപ്പിച്ചിട്ട് നമ്മൾ പോകാത്തതെന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഹരി ചോദിക്കുന്നു. ഹാജരാകണമെന്ന് നിർബന്ധമില്ല. സമൻസ് അയച്ചാലും പിന്നെ മറ്റ് നിയമപ്രശ്നം ഉണ്ടാകാനും സാധ്യതയില്ല. പക്ഷെ ഈ കാര്യത്തിൽ സുജാതാന്റെയും നിത്യേച്ചിയും പോകുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. മാനസികമായി അവരെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുമെന്ന് ഹരി പറയുമ്പോൾ മനു പറയുന്നു, എനിക്കറിയാം. പക്ഷേ നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഈ കേസിൽ ജീവേട്ടൻ ശിക്ഷിക്കപ്പെടണോ വേണ്ടോ എന്നല്ലേ. മനു ഹരിയോട് സംസാരിക്കുന്നത് മനുവിന്റെ അമ്മ കാണുന്നുണ്ട്. ശിക്ഷിക്കപ്പെടണം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അവര് രണ്ടുപേരും പോകണം. അവർക്ക് പറയാനുള്ള അഭിപ്രായം അവർ വ്യക്തമായി കോടതിയിൽ പറയണം. അത് പ്രോസിക്യൂഷൻ അനുകൂലമാവുകയുള്ളൂ. അതല്ല, കേസ് അതിന്റെ വഴിക്ക് പോട്ടെ. ശിക്ഷിക്കുകയാണെങ്കിലും വെറുതെ വിടുകയാണെങ്കിലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല എന്ന നിലപാടാണെങ്കിൽ പോകാതിരിക്കാം. ഹരി പറയുന്നു, നിത്യയുടെ ജീവിതത്തിലേക്ക് ജീവൻ ഇനി തിരിച്ചു വരുന്നത് സുജാതാന്റിക്ക് സഹിക്കില്ല. ജീവന്റെ തിരിച്ചുവരവ് ഉൾക്കൊള്ളാൻ നിത്യയ്ക്കും സാധിക്കില്ല. മനു പറയുന്നു, അത് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാ ഞാനും പറയുന്നത്. ഹരിയേട്ടൻ അവരെ പറഞ്ഞു മനസ്സിലാക്കണം. അവർ രണ്ടുപേരും കോടതിയിലേക്ക് പോയേ പറ്റൂ. ഹരി പറയുന്നു, മനു, താൻ പറ്റുമെങ്കിൽ സുജാതാന്റിയെ ഒന്ന് വിളിക്കണം. കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. ഇരിക്കട്ടെ. മനു പറയുന്നു, അതിനെന്താ, ഞാൻ വിളിക്കാം, തിടുക്കം വേണ്ട, പതുക്കെ മതിയെന്ന് ഹരി. പിന്നെ ഹരിയേട്ടന്റെ കവിത അവാർഡ്, ഹരിയേട്ടന്റെ കൃഷി, ഞങ്ങളുടെ ഇടനേരങ്ങളിൽ ഒരു ചർച്ചയാണ് അതിപ്പോ. നാട്ടിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് പദ്ധതിയുണ്ട്. ചിലപ്പോ ഹരിയേട്ടനെ മുൻനിർത്തി ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചു എന്നിരിക്കും. കളക്ടർ സാറ് അങ്ങനെ ഒരു അഭിപ്രായം പറയും. ഹരി പറയുന്നു, അയ്യോ വേണ്ട, എന്നെ മുൻനിർത്തി അങ്ങനെയൊന്നും പറയണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹരിയേട്ടനാണോ ഈ പറയുന്നത് എന്ന് മനു പറയുമ്പോൾ ഹരി പറയുന്നു, ചില നേരത്ത് ചിലതിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. ഞാൻ അതുകൊണ്ടാ പറഞ്ഞത്. എന്നാ ശരി, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ടവർ. ഈ സമയം ജ്യോതിയെ കാണിക്കുന്നു. ജ്യോതി പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. അമ്മ അരികിൽ തന്നെയുണ്ട്. ജ്യോതി, ഞാൻ പുറത്തേക്ക് പോയി വരാം എന്ന് പറഞ്ഞ് മനു പോകുന്നു. എടാ ഒന്ന് നിന്നെ എന്ന് പറഞ്ഞ് അമ്മ മനുവിനരികിലേക്ക് പോകുന്നുണ്ട്. ജ്യോതിയും ഇത് ശ്രദ്ധിക്കുന്നു. സുജാതയും നിത്യയും കോടതിയിൽ ഹാജരായി കഴിയുമ്പോ ഇനി ജ്യോതിയും ഹാജരാകണമെന്ന് പറയോ എന്നെ അമ്മ ചോദിക്കുമ്പോ മനു പറയുന്നു, എന്ത് പറ്റി? ചിലപ്പോ പറഞ്ഞേക്കാം. അങ്ങനെ എന്തെങ്കിലും നീക്കം ഉണ്ടെങ്കിൽ നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ നീ തടഞ്ഞേക്കണം. ഇവിടെ ആരെയും കോടതിയിലേക്ക് പറഞ്ഞു വിടാൻ കഴിയില്ല. അതിനുവേണ്ടി ഇവിടെ ആരെയും വിളിക്കണ്ടെന്ന് പറയുമ്പോ മനു പറയുന്നു, അമ്മ എന്താ ഈ പറയുന്നത്? കോടതി ഒരു തെളിവെടുപ്പിന് വേണ്ടി വിളിച്ചാൽ അതെന്താ തെറ്റാണോ?
അമ്മ കോടതി കണ്ടിട്ടുണ്ടോ? അവിടെ പ്രതിക്കൂടുണ്ട്, വാദിക്കും, സാക്ഷിക്കും പ്രത്യേകം സ്ഥലമുണ്ട്. അവിടെയെല്ലാം നിൽക്കുന്നവരെ കോടതി ഒരർത്ഥത്തിലല്ല കാണുന്നത് എന്ന് മനു പറയുന്നു. ഓ, അപ്പോ ജോലിയെ പറഞ്ഞയക്കണമെന്ന് നീ തീരുമാനിച്ച മട്ടാണല്ലോ. ജോലി എവിടേക്ക് വന്നു? കോടതിയിലെ കാര്യങ്ങൾ ഞാനല്ല തീരുമാനിക്കുന്നത്. തൽക്കാലം ഈ കേസിൽ സുജാതാന്റെയും നിത്യേച്ചിയും മാത്രം ഹാജരായാൽ മതി. കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ മാത്രമാണ് മറ്റുള്ളവരെ വിളിപ്പിക്കുന്നത്. കോടതി ഉത്തരവ് മാനിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് എന്ന് മനു പറയുമ്പോൾ ജോലി പറയുന്നുണ്ട്, മനു, അമ്മ പറഞ്ഞതുപോലെ അങ്ങനെ എന്തെങ്കിലും നീക്കമുണ്ടെങ്കിൽ മനു അത് തടയണം. എനിക്ക് കോടതിയിൽ പോകാൻ കഴിയില്ല. ഏട്ടന്റെ ജീവിതം ഏട്ടനായിട്ടാണ് നശിപ്പിച്ചത്. അതിൽ എനിക്കൊരു പങ്കുമില്ല. ഏട്ടൻ ഇനി എങ്ങനെ തുടർന്ന് ജീവിക്കുന്നുവെന്ന് എനിക്കറിയാനും താല്പര്യമില്ല. ഞാനെന്തിനാ വെറുതെ ഇതിന്റെ പേരിൽ ചീത്തപ്പേര് കേൾക്കുന്നത്? ഇരിക്കേട്ട അമ്മ പറയുന്നു, ഇതാണ് കുഴപ്പം. നീ കോടതിയിൽ പോകേണ്ടായെന്ന് ഞാൻ പറഞ്ഞത് നിന്നെ കുറ്റപ്പെടുത്താനാണെന്ന് നീ മനസ്സിലാക്കുന്നത് എന്തിനാ? മനുവിന്റെ പൊസിഷൻ അനുസരിച്ച് അവന്റെ ഭാര്യയായ നീ കോടതിയിൽ പോയി നിൽക്കുന്നത് ഇവനെ ക്ഷീണം ഉണ്ടാക്കും. മനു പറയുന്നു, അമ്മ ഒന്ന് നിർത്തിക്കേ. ഞാൻ ഈ സബ് കളക്ടർ ആയതിൽ പിന്നെ വീട്ടിൽ തേങ്ങയിടാൻ വരുന്നവരോട് പോലും അമ്മ ഈ ഒരു കാര്യമാ പറയുന്നത്. കേട്ട് എനിക്ക് തന്നെ നാണക്കേട് വരുന്നു. എന്റെ പദവി നിലനിർത്താൻ അമ്മ കഷ്ടപ്പെടണമെന്നില്ല. എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അമ്മ പറയുന്നു, കൊള്ളാം, ആരെ കേൾപ്പിക്കാനാ നീ ഇത്ര ഉറക്കെ സംസാരിക്കുന്നത്? ഭാര്യ ആശ്വസിപ്പിക്കാനാണെങ്കിൽ നീ ആശ്വസിപ്പിച്ചോ. അതിനെ നീ അമ്മയെ തള്ളി പറയേണ്ടെന്ന് പറഞ്ഞ് അമ്മ പോകാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് മനു വിളിക്കുന്നു, എന്നെ വിളിക്കണ്ട, ഞാനെന്ത് പറഞ്ഞാലും നീ നിന്റെ ഇഷ്ടം പോലല്ലേ ചെയ്യൂ എന്ന് പറഞ്ഞ് അമ്മ ദേഷ്യത്തോടെ പോയി. കേട്ടില്ലേ മനു, ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഈ കാര്യത്തിലേക്ക് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നൊന്ന് പറ. തെറ്റ് ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയെന്നറിയോ? ഞാനൊരു മനുഷ്യജീവിയാണ്. ചില നേരത്ത് എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് വരും. അതും ഇവിടെ പാടില്ലല്ലോ. വിവാഹത്തിന്റെ മുന്നേ പ്രസവിച്ചവളല്ലേ ഞാൻ. അതിൽ കൂടുതൽ എന്ത് തെറ്റാ ഒരു പെണ്ണിന്റെ തലയിൽ വീഴാനുള്ളത് എന്ന് പറഞ്ഞ് ജ്യോതി കരയുന്നുണ്ട്. സോറി ജ്യോതി, അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് പറയാം എന്ന് പറഞ്ഞ് ജ്യോതിയെ സമാധാനിപ്പിക്കുകയാണ് മനു. എടോ, താൻ കോടതിയിൽ പോകേണ്ടി വരില്ല. അതിനോർത്ത് താൻ വിഷമിക്കേണ്ട. ഇത് അമ്മയുടെ കാര്യമാണ്. താൻ വിഷമിക്കേണ്ട, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് മനു ജ്യോതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് മനു അകത്തേക്ക് തന്നെ പോയി. ജ്യോതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. തുടർന്ന് പാടത്ത് ഇന്നും അതുപോലെ തന്നെ പാടത്തെത്തിയിരിക്കുകയാണ് അവർ. ഇതെന്താ എന്നെ പഠിപ്പിക്കാത്തത് എന്ന് നിത്യ ചോദിക്കുന്നു. ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി എന്ന് ഹരി പറയുന്നുണ്ട്. എന്നാ ചെയ്യട്ടെ എന്ന് നിത്യ പറയുമ്പോൾ ചെയ്തോ, അധികം ആവേശം കാണിക്കരുത്, കൈക്കോട്ടാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിത്യയും മൺവെട്ടി കൊണ്ട് അവിടേക്ക് ചെത്തുന്നുണ്ട്. നിത്യ അത് ചെയ്യുമ്പോൾ ഹരി പറയുന്നു, എടോ താൻ കുഴപ്പമില്ലല്ലോ. നിത്യ പറയുന്നു, പിന്നെ എന്തെങ്കിലുമൊക്കെ അറിയാതിരിക്കുവോ? ഞാൻ കവിയുടെ ഭാര്യയല്ലേ. എന്നാൽ ഒരു കാര്യം ചെയ്യും, തന്നെ ഞാൻ പ്രധാന ജോലിക്കാരിയായി അപ്പോയിന്റ്മെന്റ് ചെയ്യാം. നാളെ മുതൽ എന്റെ കൂടെ കൂടിക്കോ, കൂലിയും തരാം. കൂലിയോ എന്ന് നിത്യ ചോദിക്കുന്നു. പിന്നല്ലാതെ, പാടത്ത് പണിയെടുക്കുന്ന എല്ലാവർക്കും അതിന്റെ കൂലിയുണ്ടെന്ന് ഹരി പറയുന്നു. എനിക്ക് കൂലി വേണ്ടെന്ന് നിത്യ. എടോ, ഇത് അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന കൃഷിപ്പണിക്ക്, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ കണക്ക് വേണം. അങ്ങനെ കണക്കുണ്ടായാലേ അതിന്റെ വരുമാനം കണക്ക് കൂട്ടുമ്പോൾ കൃത്യമായ പൈസ ആവും. അല്ലാതെ 365 ദിവസം പണി എടുത്തുകൊണ്ടിരിക്കുക. കണക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 10,000-3000 രൂപയോ ബാക്കി വരുമ്പോൾ കണക്ക് ശരിയാവില്ല. തന്റെ കയ്യിൽ ബാക്കി വെക്കുന്ന പണം അത് കുടുംബച്ചിലവിന് ഉപയോഗിക്കാം. പക്ഷേ അതിന് കണക്ക് വേണമെന്നാ പറഞ്ഞത്. നിത്യ പറയുന്നു, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ല, ഇങ്ങനെയൊക്കെ കൊത്തുമ്പോ ചില സ്ഥലത്ത് നിന്ന് നിധി കിട്ടാറില്ലേ? ഹരി പറയുന്നു, ഓ, അത് പ്രതീക്ഷിച്ചിറങ്ങിയതാണല്ലേ. ഇവിടുന്ന് ഒരു നിധിയും കിട്ടാൻ പോകുന്നില്ല. നിത്യ പറയുന്നു, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. ആ ചോദിച്ചതിൽ കാര്യമുണ്ട്. പാടത്ത് വെട്ടിയാൽ നിധി കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടും. പക്ഷെ അത് പതിരായിട്ടും കായായിട്ടും ഒക്കെ ആണെന്ന് മാത്രം എന്ന് പറഞ്ഞ് ഹരി തന്നെ ആ മൺവെട്ടി വാങ്ങിച്ച് ചെത്തുന്നുണ്ട്. ഇങ്ങനെയാണ് കൊത്തേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബാക്കി ചില ആൾക്കാരും അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് വേറെ കുറച്ച് ആൾക്കാർ അത് വഴി വരുന്നത് നിത്യ കാണുന്നത്. ഹരിയെ കാണിച്ചു കൊടുക്കുന്നു നിത്യ. അതെ, ഭാർഗവൻ സാറ് പറഞ്ഞിരുന്നു ഹരിയെ ഒന്ന് വന്ന് കാണാനായിട്ട് എന്നവര് പറയുന്നു. പിന്നെ സ്വയം എല്ലാവരും പരിചയപ്പെടുത്തുകയാണ്. ഞങ്ങളൊക്കെ ഇവിടെ നിത്യനെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ രണ്ട് മൂന്ന് പേർക്ക് ഇവിടെ സ്വന്തമായി ഭൂമിയുണ്ട്. ബാക്കിയുള്ളവർ പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നത്. പക്ഷേ കുറച്ചുനാൾ കഴിഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു. ഞങ്ങൾ ഇവിടുന്ന് മാറി വേറെ പണിക്ക് പോകുന്നുണ്ടെന്നേ ഉള്ളൂ. മനസ്സിപ്പോഴും പാടത്ത് തന്നെയാണെന്നും അവർ പറയുന്നു. ഹരി പറയുന്നു, ഞാൻ ഭാർഗവൻ സാറിനോട് ചോദിച്ചിരുന്നു കൂടെ നിൽക്കാൻ പറ്റിയ ആളുണ്ടോ എന്ന് ചോദിച്ചപ്പോ നിങ്ങളെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ഭാർഗവൻ സാറിന്റെ വീട്ടിൽ ഒന്നിച്ചിരിക്കാം, എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം എന്ന് ഹരിക്ക് കൂട്ടായ്മ നല്ല പരിചയമുണ്ടെന്ന് സാറ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ആവേശം കെടുത്തണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി ഇത് ശരിയാക്കി എടുക്കാം എന്ന് നിത്യ. പിന്നെ മോളുടെ പേര് എന്താണെന്നൊക്കെ അവർ ചോദിക്കുന്നു. എന്റെ പേര് നിത്യ. എന്തെങ്കിലും വേറെ ജോലി ഉണ്ടായിരുന്നോ എന്ന് അവർ ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു, ഞാൻ ടീച്ചറായിരുന്നു മുന്നേ. ആ ടീച്ചർ പണി വേണ്ടെന്ന് വെച്ചിട്ടാണോ പാടത്തിറങ്ങിയതെന്നും അവർ ചോദിക്കുന്നു.
അതിനെന്താ അമ്മേ, അങ്ങനെ ചിലർ ഇറങ്ങി വരട്ടെ, അപ്പോഴല്ലേ ഈ പാടത്തെ കാര്യങ്ങൾ നോക്കൂ. ഇന്നെ കുടുംബക്കാരും നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്ന് അവർ ചോദിച്ചു. നേരെ വിളിക്കുമ്പോ ശീലം പോലെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്, അതുകൊണ്ടാ രണ്ടുപേരായതെന്ന് ഹരി. എന്നാ പിന്നെ ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞ് വന്നവർ പോകുന്നു. എന്തൊരു സ്നേഹമായി ഇവർക്ക്, ആദ്യമായി കാണാന്ന് അറിയത്തുപോലുമില്ല എന്നൊക്കെ നിത്യ ഹരിയോട് പറയുന്നുണ്ട്. ഇവിടെ ആരും നേട്ടങ്ങൾക്ക് വേണ്ടി പരസ്പരം മത്സരിക്കാറില്ല. കർഷകർക്ക് ഒരേ മനസ്സാണ്, അതാണ് മറ്റുള്ളവർക്ക് എത്താൻ സാധിക്കാത്തത്. നമുക്കിവിടെ നിർത്താം, നമുക്ക് അഡ്വക്കേറ്റിന്റെ അടുത്ത് പോവണ്ടേ എന്ന് ഹരി. പറഞ്ഞതുപോലെ സമയമായല്ലോ എന്ന് നിത്യ. കല്യാണിയുടെ കാര്യത്തിൽ എന്ത് വേണമെന്ന് അഡ്വക്കേറ്റിനോട് ചോദിച്ചു മനസ്സിലാക്കിയേ പറ്റൂ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഹരിയും നിത്യയും പോകുന്നു. പിന്നീട് നിത്യയും ഹരിയും അഡ്വക്കേറ്റിന്റെ അരികിൽ ഇരിക്കുകയാണ്. മേഡം, എനിക്ക് മോളെ വിട്ടുകൊടുക്കാൻ കഴിയില്ല, മോളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ഹരി. വീണ ആ കുഞ്ഞിനെ ആവശ്യപ്പെടുന്നത് സ്നേഹത്തോടെയാണെന്ന് വിചാരിക്കണ്ട. വീണ അതേ വീട്ടിലുണ്ടായിരുന്നപ്പോഴും പലതവണ ഞാൻ നിർബന്ധിച്ചതാണ് കല്യാണിയെ നോക്കാനും സ്നേഹിക്കാനും. പക്ഷേ വീണ അന്ന് അതൊന്നും ചെയ്തതായി കണ്ടില്ല. അന്ന് നിസ്സാര കാര്യത്തിന് പോലും അവൾ കുഞ്ഞിനെ വഴക്ക് പറയുകയും തല്ലുകയും ചെയ്യുമായിരുന്നു. വെറുക്കപ്പെട്ട ജന്മം എന്നല്ലാതെ ആ കുഞ്ഞിനെ അവൾ മറ്റൊന്നും വിളിച്ചിട്ടില്ല എന്ന് സങ്കടത്തോടെ ഹരി പറയുന്നു. വക്കീല് പറയുന്നു, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഞാൻ കേട്ടു. ഇനിയിപ്പോ ഇതിന്റെ നിയമപരമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമതായി, നിയമപരമായി നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയില്ല. ഞാനതിന് തയ്യാറല്ല എന്നല്ല, തയ്യാറായിട്ട് പ്രയോജനമില്ലെന്നാണ്. നിങ്ങൾ രണ്ടുപേരും എഡ്യൂക്കേറ്റഡ് ആണ്, നിയമവ്യവസ്ഥയെക്കുറിച്ച് അത്യാവശ്യം ബോധ്യമുള്ളവരാണ്. ഈ പ്രശ്നം കോടതിയിലെത്തിയാൽ കോടതി അന്വേഷിക്കുന്നത് ഈ കുട്ടിയുടെ പിതാവും മാതാവും ആരാണെന്നാണ്. അവരുടെ രണ്ടുപേരുടെയും അസാന്നിധ്യത്തിൽ ഒരു കുഞ്ഞിനെ വളർത്തിയെന്ന് പറയുന്നത് അവകാശമായി കോടതി പരിഗണിക്കില്ല. അത് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ കാര്യം, ഇത്രയും ചെറുപ്രായത്തിൽ കുഞ്ഞിന്റെ അവകാശത്തിന്റെ പേരിൽ കുഞ്ഞിനെ കോടതിയിൽ നിർത്തണോ? ഇതൊക്കെ കേൾക്കുമ്പോൾ സങ്കടത്തോടെ ഇരിക്കുകയാണ് ഹരിയും നിത്യയും. വീണ്ടും വക്കീല് പറയുന്നു, ഇപ്പോഴത്തെ കുട്ടിയുടെ കാര്യത്തിൽ കുഞ്ഞുനാളിൽ ഏൽക്കുന്ന ചെറിയൊരു മാനസിക കാര്യം മതി മുന്നോട്ടുള്ള വളർച്ചയെ അത് ബാധിക്കാൻ. കോടതിയിലെ സംഘർഷങ്ങളിൽ ആ കുഞ്ഞിന്റെ മനസ്സ് വല്ലാണ്ട് ഉലയും. പക്ഷെ അത് കഴിഞ്ഞാൽ കുഞ്ഞിനെ നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരും. അതാണ് റിയാലിറ്റി. വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോ ഹരിയും നിത്യയും ഒന്നിച്ചാണ് ജീവിക്കുന്നത്. ഹരിയുടെയോ നിത്യയുടെയോ ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല. നിയമപരമായി വീണ ഇപ്പോഴും ഹരിയുടെ ഭാര്യയാണ്. അതേ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിത്യ ഇപ്പോഴും ജീവന്റെ ഭാര്യയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങൾ ഒരു കേസുമായി കോടതിയിലേക്ക് എത്തുമ്പോൾ ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ ബന്ധമായിരിക്കും. ഒരു സ്ത്രീയും പുരുഷനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പുരുഷനും സ്ത്രീക്കും വീടോ റൂമോ ഷെയർ ചെയ്യാനുള്ള ഒരു നിയമം ഇപ്പോഴുണ്ട്. പക്ഷെ നിങ്ങളെപ്പോലുള്ളവർ അത്തരം ചോദ്യങ്ങൾക്ക് നിന്ന് കൊടുക്കുക എന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല, ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിനും. ഇതൊക്കെയാണ് ഞാൻ അതുകൊണ്ട് പറയുന്നത്. സത്യസന്ധമായ ഒരു ഉപദേശമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സമാധാനപരമായ കുഞ്ഞിനെ അവർക്ക് വിട്ടുകൊടുത്തേ പറ്റൂ. ഇത് കേട്ട് ഹരിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ അഭിപ്രായം ഇതാണ്, ഞാൻ ഒരിക്കലും ആ കുഞ്ഞിന്റെ മനസ്സിലൊരു സംഘർഷമുണ്ടാക്കാൻ പറയില്ല. നിങ്ങൾക്ക് മറ്റ് ഒരു അഡ്വക്കേറ്റിനെ കാണുന്നതിനോ ഉപദേശം തേടുന്നതിനോ പ്രശ്നമില്ല. ഐ എം റിയലി സോറി. അപ്പോൾ കുഞ്ഞിനെ വിട്ടുകൊടുത്തേ പറ്റൂ അല്ലേ മേഡം എന്ന് വേദനയോടെ പറയുകയാണ് ഹരി. നിറ കണ്ണുകളോടെ അത് ചോദിക്കുമ്പോൾ വക്കീല് പറയുന്നു, അതെ, വേറെ പരിഹാരമില്ല. സങ്കടത്തോടെ നിത്യയും ഹരിയും പരസ്പരം നോക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.